ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ട്രൂ ഇൻസിഡൻ്റ് ആണ്. ഇത് ചിലപ്പോൾ വിശ്വസിക്കുന്നവർ കാണാം, വിശ്വസിക്കാത്തവർ കാണാം. എന്തായാലും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നാം അനുഭവിക്കാത്ത കഥകളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളായിരിക്കും. അപ്പം കഥയിലോട്ട് പോവുകയാണെങ്കിൽ, ഇത് നടക്കുന്നത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതായത് ഞാൻ 4ൽ പഠിക്കുമ്പോഴാണ് എൻ്റെ വാപ്പ ഗൾഫിൽ കയറി പോകുന്നത്. അപ്പം ഞങ്ങളെ വീട് വിറ്റിട്ട് ഞങ്ങൾ ഒറ്റയ്ക്കൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെ ഉമ്മയുടെ വീട്ടിലോട്ട് വരും. അപ്പം ഉമ്മയുടെ വീട് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ എല്ലാവരും കൂടി ഞങ്ങൾ ആ ഉമ്മയുടെ കുടുംബ വീടുണ്ടല്ലോ, ആ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് വേറൊരു വീട് നോക്കുമായിരുന്നു. അപ്പം ആ ഒരു വീട്ടിലോട്ട് ഞങ്ങൾ വീട് മാറുക. ഞങ്ങളെല്ലാവരും ഉണ്ട്, എൻ്റെ ഉമ്മയുടെ ഫാമിലി ഉണ്ട്, ഞാനും ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ആ വീട്ടിലോട്ട് മാറുക. ഈ വീട് വരുന്നത് എവിടെയാണെന്ന് ഞാൻ പറയാം. അതായത് എൻ്റെ വീടുണ്ടല്ലോ, ഞങ്ങളിപ്പോൾ വിറ്റ വീട്, ആ ഒരു വീട് കഴിഞ്ഞിട്ടുള്ള ഒരു ജംഗ്ഷൻ, ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ജംഗ്ഷൻ അവിടെയാണ് ആ ഒരു വീട് വരുന്നത്. അതായത് അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ, നമ്മൾ നടന്നു പോകാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു ആ വീട് നിൽക്കുന്നത്. അപ്പം ആ ഒരു വീട് എന്ന് പറയുന്നത്, ഇപ്പുറത്ത് ഒരു ഡേ കെയർ ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്തായിട്ട് വേറെ വീടൊക്കെ ഉണ്ട്. ഓപ്പോസിറ്റ് വീടുകളൊന്നും അങ്ങനെ ഇല്ല. എന്നിട്ട് അതൊരു ഇടവഴിക്കകത്തോട്ട് കയറുമ്പോഴത്തേക്ക്, അതായത് ആ ഒരു വീട് നിൽക്കുന്നത് ഒരു ഇടവഴിയുടെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ആ വീട് കാണാൻ പറ്റും നമുക്ക്. അപ്പം ആ ഒരു വീടിൻ്റെ ഒരു ഏകദേശമുള്ള പ്ലാൻ ഞാൻ പറയാം. ആദ്യം ചെല്ലുമ്പോൾ ഒരു കാർ പോർച്ച് ഉണ്ട്, പിന്നെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, പിന്നെ കയറുന്നത് ഹാളാണ്. ഡൈനിങ് ഹാളൊന്നുമില്ല, വേറെ ഒരു പ്ലെയിൻ ഹാളാണ്. അവിടെ തന്നെയാണ് നമ്മൾ ഡൈനിങ് ടേബിളും ലിവിങ് റൂമും എല്ലാം ഒരുമിച്ചുള്ളത് അവിടെ തന്നെയാണ്. നേരെ ചെല്ലുന്നത്, അതായത് ഹാള് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത്, നമ്മൾ കതവ് തുറക്കുമ്പോഴത്തേക്ക് നേരെ കാണുന്ന ഹാള്. അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കിച്ചൺ കഴിഞ്ഞിട്ട് വർക്ക് ഏരിയ ഒന്നുമില്ല, അതിൻ്റെ അപ്പുറത്തായിട്ട് ബാക്ക് ഏരിയ ആണ്, പിന്നെ ബാക്ക് യാർഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ബാത്റൂമും ഒരു ടോയ്ലറ്റും ഉണ്ട്, പിന്നെ 2 റൂമുണ്ട്, പിന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അതായിരുന്നു ആ വീടിൻ്റെ സ്ട്രക്ചർ. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ക്രീപ്പി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു തിങ് ഞാൻ പറയാം. അവിടെ ഞാൻ അതായത് ഞാൻ ഇപ്പോഴാക്കാം, ഞാൻ വലുതായിട്ട് അവിടെ ഞങ്ങൾ അത്ര നാൾ 1.5 വർഷമാണ് ഞാൻ താമസിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് വിറ്റിട്ട് വന്നു. അപ്പോഴത്തേക്ക് അവിടെ ഇപ്പോഴാർക്ക് എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. അതായത് അവിടെ നടന്നൊരു സംഭവം എന്ന് പറയുന്നത്, ആ മതിലിലെല്ലാം ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഭയങ്കര സ്ട്രെയിഞ്ച് ആണ്. ഇങ്ങനെ ആണികളൊന്നും ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല നമുക്ക്. നമ്മൾ അടിക്കുവാണെങ്കിലും ഒരു ഫ്രെയിമൊക്കെ തൂക്കണമെങ്കിൽ ഒന്നടിച്ചിട്ട് പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടായിരിക്കും അടിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് കുറേ ആണികൾ അടിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കഥയിലോട്ട് കിടക്കുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് അത്രയ്ക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്ട്രെയിഞ്ച് ആയിട്ട് കുറേ എക്സ്പീരിയൻസ് രണ്ടുപേർക്കും കൂടി കണക്റ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും, വിച്ച് മീൻസ് എൻ്റെ ഉമ്മയുടെ വാപ്പാക്കും എൻ്റെ ഉമ്മയ്ക്ക് ട്വിന്നിങ് ആയിട്ട് 2 കാര്യങ്ങൾ ഒരേ